അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വളരെ വേദനയോടെ നമ്മളൊക്കെ ഒരു വാർത്ത കേട്ടു. കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി എന്ന സ്ഥലത്ത് ഒരു ഉമ്മയെ വളരെ ദാരുണമായിട്ട് ഒരു ഡോക്ടറും അവരുടെ കാമുകനും കൂടി കാറ് കയറ്റിയിട്ട് ആ ഉമ്മയെ മൃഗീയമായിട്ട് കൊലപ്പെടുത്തി എന്ന ഒരു വാർത്ത. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിർ ലഹാ വർഹംഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മാക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് 6 അടി മണ്ണിന്റെ അടിയിലാണ് ആ ഉമ്മ ഉള്ളത്. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ ആ ഉമ്മയുടെ പേരിൽ കഴിയുമെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും നിങ്ങളൊന്ന് ഓതണം. കാരണം ഈ വീഡിയോ കൊണ്ട് ആ ഉമ്മാക്ക് അങ്ങനെ ഒരു ഉപകാരം കിട്ടുമെങ്കിൽ അതല്ലേ മുഅ്മിനീങ്ങളെ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് എല്ലാവരും ആ ഉമ്മയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. വളരെ വേദനയാണ് ആ ഒരു വാർത്ത കേട്ടപ്പോഴും ആ ഒരു ഉമ്മ അനുഭവിച്ച പ്രയാസങ്ങളും മനസ്സിലാക്കിയപ്പോഴും കൽബിലേക്ക് കടന്നു വന്നത്. കാരണം അത്രമേൽ വേദന അവര് സഹിച്ചിട്ടുണ്ട്. ആ കാറിലിരിക്കുന്ന ഡോക്ടർ ഒന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ആ ഉമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ശ്രീകുട്ടി എന്ന ആ ഡോക്ടർ അജ്മൽ എന്ന് പറയുന്ന വാഹനം ഓടിച്ച ആ ഒരു വ്യക്തിക്ക് സമ്മതം കൊടുക്കുകയാണ് അവരുടെ ശരീരത്തിലൂടെ കാറ് കയറ്റി ഇറക്കാൻ വേണ്ടിയിട്ട്. യാ അല്ലാ, അവരൊരു സ്ത്രീയല്ലേ. അതിലുപരിയായിട്ട് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി എന്ന സ്ഥലത്ത് ആ ഒരു സ്ത്രീ അവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറാണത്രേ. താൽക്കാലിക ഡോക്ടറാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവരൊരു ഡോക്ടർ ആയിരിക്കെ അവർക്ക് ഇത്രയും വലിയ ഒരു ക്രൂരത ചെയ്യാന് ആ ഡ്രൈവറായ അജ്മലിനെ പ്രേരിപ്പിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? മദ്യമാണ് സുഹൃത്തുക്കളെ. അവര് മദ്യപിച്ചിട്ടാണ് കാർ ഓടിച്ചിരുന്നത്. മദ്യം കഴിച്ചുകൊണ്ട് കാർ ഓടിക്കരുത്, ഒരു വാഹനവും ഓടിക്കരുത് എന്ന് പറയാനുള്ളതിന്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവൻ മാത്രം പൊലിഞ്ഞു പോകുമെന്നുള്ളത് കൊണ്ടല്ല, കുഞ്ഞുമോൾ എന്ന ആ ഒരു ഉമ്മയുടെ ജീവൻ കൂടി നിങ്ങൾ മദ്യപിച്ചത് കൊണ്ട് അപഹരിച്ചതാണ്. മദ്യപാനമാണ് ഇതിന്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. അവർക്ക് ചിലപ്പോൾ സ്വബോധമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യൂലായിരുന്നു. പക്ഷേ മദ്യത്തിന്റെ ലഹരിയിൽ പെട്ടിട്ട് അവര് തന്റെ കാമുകനേറ്റാണെന്ന് തോന്നുന്നു ഈ അജ്മൽ എന്ന വ്യക്തി, അയാൾക്ക് സമ്മതം കൊടുക്കുകയാണ് ഒരു ഉമ്മയുടെ ഒരു സഹോദരിയുടെ ഒക്കെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കാൻ. യാ അല്ലാ, എത്രത്തോളം പ്രയാസം ഉണ്ടാകും. ആ സഹോദരി കിടക്കുന്ന ആ സ്ഥലത്ത് ഈ ഡോക്ടറായ ഈ ഒരു സ്ത്രീ ആണെങ്കിൽ ഇവർക്ക് അതിന് സമ്മതിക്കാൻ കഴിയോ? എത്രത്തോളം പ്രയാസം ഉണ്ടാവും ആ ഒരു ഉമ്മ അനുഭവിച്ച വേദനയില്. ഈ അജ്മൽ എന്ന് പറയുന്ന വ്യക്തി കാറ് ഓടിച്ച ആ ഉമ്മയുടെ ശരീരത്തിലൂടെ കയറ്റി ഇറക്കിയിട്ട് ആ ഒരു വ്യക്തി അവിടെ നിന്ന് വാഹനം എടുത്ത് പോവുകയാണ്. വാഹനം കുറച്ചപ്പുറത്തെത്തിയപ്പോ ആളുകൾ അവരെ പിടികൂടിയപ്പോ ഈ മനുഷ്യൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടിക്കളഞ്ഞു. ശ്രീകുട്ടി എന്ന ഡോക്ടർ ആളുകളുടെ കയ്യിൽ അകപ്പെടുകയും ചെയ്തു. പക്ഷേ ഇവൻ ഈ ഒരു കേസായി എന്ന് കണ്ടപ്പോ ഇവന് ഒളിവില് പോയി. പക്ഷേ പോലീസ് കണ്ടുപിടിച്ച് അറസ്റ്റ് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ തന്നെ ശ്രീകുട്ടി എന്ന ഡോക്ടറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. 2 പേർക്കും മനഃപൂർവം എന്ന നരഹത്യന്റെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. 14 ദിവസം അവരെ റിമാൻഡ് ചെയ്ത് കോടതി എന്നറിയാൻ കഴിഞ്ഞു. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് ഇതുപോലെ സമാനമായിട്ട് അവരെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കുക തന്നെയാണ്. എന്നാലേ ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഒക്കെ ഇടയിലുള്ള ആളുകൾക്ക് ഒരു പേടി ഉണ്ടാവുകയുള്ളൂ. കുറച്ച് മുമ്പ് നിങ്ങൾ ഒരു വാർത്ത കേട്ടിക്കണോ എനിക്കറിയില്ല, കേൾക്കാൻ സാധ്യത കൂടുതലാണ്. ഒരു മാധ്യമ പ്രവർത്തകനെ, ഒരു വലിയ ഉദ്യോഗസ്ഥനായ ഒരു വ്യക്തി ഇതുപോലെ മദ്യപിച്ചുകൊണ്ട്
ആ മനുഷ്യന്റെ ശരീരത്തിലൂടെ വാഹനം കയറ്റി ഇറക്കി കളഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ മനുഷ്യൻ മരണപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഗതിയാണ്. പക്ഷെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ കള്ള് കുടിച്ചിട്ടാണ് ആ മനുഷ്യൻ വാഹനം ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ആ മനുഷ്യനെ ആ ജോലിയിൽ നിന്ന് ഇതേവരെ പിരിച്ചു വിട്ടിട്ടില്ല. അയാൾ ഇന്നും ആ ഒരു ജോലിയിൽ തന്നെയാണ് തുടരുന്നത്. ആർക്കാണ് ഇവിടെ നഷ്ടം വന്നത്? ഇതൊക്കെ മറ്റുള്ള ആളുകൾക്കൊരു പ്രചോദനമല്ലേ? കാറ് ഓടിക്കുമ്പോ മദ്യപിക്കരുതെന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ ജീവനും കൂടി ഓർത്തിട്ടാണെന്ന് ഇവരെന്താ മനസ്സിലാക്കാത്തത്? ഇവിടെ നഷ്ടം സംഭവിച്ചത് കുഞ്ഞുമോൾ എന്ന് പറയുന്ന ആ ഉമ്മയുടെ, ആ സഹോദരിയുടെ കുടുംബത്തിന് മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കണം, വേറെ ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്? ആ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയും അതേപോലെ അജ്മൽ എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനായ വ്യക്തിയും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ അവര് ജയിലിൽ നിന്ന് മോചിതരാകും. അവര് നല്ല രൂപത്തിൽ പിന്നെയും അവര് ജീവിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ജയിലിലാണല്ലോ ഇപ്പൊ അവരെ കൊണ്ടിട്ടിട്ടുള്ളത്. ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോത്തിന് അവരുടെ ശരീരം ഒന്നും കൂടി പുഷ്ടിക്കും. അല്ലാതെ എന്ത് നീതിയാണ് ആ ഒരു ഉമ്മാക്ക് കിട്ടുക? യഥാർത്ഥത്തില് എൻ്റെ സ്വയമുള്ള ഒരു അഭിപ്രായമാണ്, ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ രൂപത്തിൽ തന്നെയാണ് കൊല്ലേണ്ടിയത്. ഇതൊരു സാധാരണയിലുള്ള ഒരു അപകടമല്ല. ആയിക്കോട്ടെ, അവര് മദ്യപിച്ചു, അവര് വാഹനം ഓടിച്ചപ്പോ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു. പക്ഷെ അതിലൊരു മര്യാദ എന്നോണം ആ ഒരു ഉമ്മയെ, ആ ഒരു സഹോദരിയെ ആ കാറിൽ തന്നെ ഈ ഒരു സ്ത്രീ കുട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ ആ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെങ്കിലും ഒന്ന് എത്തിച്ചിരുന്നെങ്കിൽ അവരുടെ ജീവൻ ചിലപ്പോൾ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതിന് പോലുമുള്ള മനസാക്ഷി അവർ കാണിച്ചില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ പറ, എന്താണ് ഇതുപോലെയുള്ള ആളുകളെ കാട്ടേണ്ടിയത്? ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നിസ്സാരമായിട്ടുള്ള ചില ശിക്ഷകൾ കൊടുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഇതൊരു പ്രചോദനമാവുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്ര തെറ്റുണ്ടാവുള്ളൂ എന്നുള്ള ലാഘവത്തോടു കൂടി ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ അവർ ചെയ്യുമ്പോ ഇതുപോലെയുള്ള ഒരുപാട് ഉമ്മമാരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ ജീവനുകൾ പൊലിഞ്ഞു പോവുകയല്ലേ അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ ഇവർക്ക് കൊടുക്കണം. കഴിയുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ശിക്ഷയാണ് ഏറ്റവും നല്ലത്. എന്നാൽ മറ്റുള്ള ആളുകൾക്ക് അതൊരു പേടി, ഭയം അവരുടെ ഉള്ളിൽ നിറക്കും. മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത് എന്നോർത്തിട്ട്. പക്ഷേ നമ്മുടെ ഗവൺമെന്റിന്റെ നിയമത്തിന്റെ ഒക്കെ മുമ്പില് ചില നിയമ നടപടികൾക്ക് ചില വ്യവസ്ഥകൾ ഉള്ളത് കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടാകൂല. പക്ഷെ എങ്കിലും കഴിവിന്റെ പരമാവധി നല്ല ശിക്ഷ തന്നെ, മറ്റുള്ള ആളുകൾക്ക് മാതൃകയാകുന്ന ശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. അള്ളാഹു ആ ഉമ്മാക്ക് പുറത്തു കൊടുക്കുമാറാകട്ടെ, സ്വർഗം അള്ളാഹു നൽകുമാറാകട്ടെ. ആ ഉമ്മയുടെ മരണം അപകട മരണമായത് കൊണ്ട് തന്നെ ആ ഉമ്മക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ. അപകടത്തിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലമാണ് കൊടുക്കുന്നത്. ആ പ്രതിഫലം ആ ഉമ്മാക്ക് അള്ളാഹു കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.